ഹായ്, ഇന്നൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല. നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദിയ കൃഷ്ണകുമാറിൻ്റെ OBOC എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൻ സാമ്പത്തിക തട്ടിപ്പ്. രണ്ടു കൂട്ടരും പരസ്പരം പഴിചാരിക്കൊണ്ടിരുന്ന ഒരു കേസായിരുന്നു അത്. കാരണം ദിയ കൃഷ്ണകുമാറും അവരുടെ ഫാമിലിയും തൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും ലക്ഷം രൂപയുടെ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഈ പണം തട്ടിയെടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ ദിയ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിക്കെതിരെയും ദിയക്കെതിരെയും ഒരു ആരോപണം കൂടി ഉന്നയിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള ഈ ഒരു വിഷയം ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമ്മളെല്ലാവരും നോർമലി, കാരണം അവർ പറയുന്നു ദിയയും ദിയയുടെ ഫാദറും ഇവരെ അധിക്ഷേപിച്ചു, ജാതി അധിക്ഷേപം നടത്തി, തങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു, തട്ടിക്കൊണ്ടുപോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഓപ്പോസിറ്റ് നിന്നുള്ള ആ 3 യുവതികൾ പറഞ്ഞിട്ടുള്ളത്. ദിയ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു, കാരണം ദിയ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കടയിൽ പോകാൻ പറ്റാതിരിക്കുന്നു, അതുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ ചുമതല തൻ്റെ സഹോദരിമാരെ പോലെ കണ്ട ഈ 3 യുവതികൾക്ക് തൽക്കാലം കൊടുക്കുകയായിരുന്നു എന്നും. അപ്പോൾ ഇങ്ങനെ സ്നേഹിച്ച അല്ലെങ്കിൽ നമ്മൾ കൂടുതലായി വിശ്വസിക്കുന്ന ആൾക്കാർ ചതിക്കുമെന്ന് നമ്മൾ കരുതില്ല. കാരണം നമ്മൾ നല്ല എന്താ പറയുക, നമ്മളെ വിശ്വാസമാണല്ലോ എന്തും. അപ്പം നമ്മൾ വിശ്വസിച്ചൊന്ന് ഏൽപ്പിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് കാരണം അവർക്ക് കട ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ അവസരമാണ് ഇവർ മുതലാക്കിയതെന്നാണ് ദിയയുടെ ഭാഗത്തു നിന്നുള്ള പരാതി ഉണ്ടായിരുന്നത്. കാരണം ഇത് പിന്നീട് ദിയ അറിയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ കേസുകളും തെളിവുകൾ ദിയയുടെ സഹോദരി അഹാന ഇവരെ വിളിച്ച് ഇവരുടെ ഫ്ലാറ്റിലിരുന്നിട്ടുള്ള ഈ ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ അത് ഇവിടെ ചെന്ന് അഹാനയുടെ മുന്നിൽ വെച്ച് തങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞ ഈ മൂവർ സംഘം പുറത്തിറങ്ങിക്കഴിഞ്ഞ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. കാരണം ജാതി അധിക്ഷേപം നടത്തി, അതുപോലെ തന്നെ നീ സെക്സ് റാക്കറ്റിൽപ്പെട്ട ആളാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണകുമാർ എന്നാണ് നമ്മൾ അവരുടെ വാദവും നമ്മൾ കേട്ടത്. അപ്പോൾ എന്തായാലും ഈ വാദങ്ങളൊക്കെ, കാരണം ദിയയുടെ വാദമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കള്ളപ്രചരണം നടത്തിയ യുവതികൾ, കാരണം അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ അക്കൗണ്ടിലേക്ക് 68 ലക്ഷം രൂപയോളം തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് കേസ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, കാരണം ഇവരെ സമ്മതിക്കണം അല്ലേ. ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ കരുതിയത് ഒരു പക്ഷേ സമൂഹത്തിൽ താഴ്ന്ന കിടത്തിൽ ഉള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ ഇപ്പോഴും ജാതി അധിക്ഷേപമൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇവരുടെ ഭാഗമായിരുന്നു ഞാൻ സത്യത്തിൽ വിശ്വസിച്ചിരുന്നത് കേട്ടോ. കാരണം ഇവരൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ഒരു പക്ഷേ ജോലിക്കാരോടൊക്കെ അങ്ങനെയുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ സത്യം എങ്ങനെയാണ് ഇവർക്ക് ധൈര്യം വന്നത്? കാരണം ഇത്രയും ആൾക്കാർ, അതായത് ഈ സമൂഹത്തെ അവർ വിഡ്ഢികളാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ രണ്ട് വാദവും നിലനിന്നതുകൊണ്ട് ഏത് ഭാഗത്താണ് സത്യം എന്നുള്ള ഒരു കുറച്ച് കാത്തിരിപ്പുണ്ടായിരുന്നു. അത് ഇന്നലത്തോടുകൂടി എല്ലാം തീർന്നു അവസാനിച്ചു. കാരണം ഇവരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇവർ ഉന്നയിച്ചിട്ടുള്ള ഒരു കാരണത്തിനുമുള്ള പ്രൂഫ് ഇവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം അറിയാൻ കഴിയുന്നത് അവർ ജാമ്യാപേക്ഷ കൊടുക്കാൻ ഉള്ള സാധ്യതയുണ്ട്, അല്ലെ അതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ കൃഷ്ണകുമാർ സാർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകള് പോലും നിൽക്കുന്നത് വാടക കൊടുത്ത് ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ തൊഴിലാളികളായ ഇവർ ഈ പണം കൈപ്പറ്റി അല്ലെങ്കിൽ അടിച്ചു മാറ്റിയതിന് ശേഷം വീട് വരെ വെച്ച ആൾക്കാരുണ്ട്. ഒരാൾ വീട് വെച്ചിട്ടുണ്ട്, അനിയനെ പുറം നാട്ടിലേക്കൂടെ അയച്ചിട്ടുണ്ട്, കാറ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഇത് കഥ അല്ലേ? മറ്റൊരാളുടെ പണം അടിച്ചു മാറ്റി സ്വന്തം ജീവിതം സേഫാക്കുക, അതും അവിടെ തൊഴിലാളികളായി നിന്നിട്ട്. അവരുടെ ആ ബുദ്ധിയാണ് സമ്മതിക്കേണ്ടത്. കാരണം ആ കടയിൽ വന്ന് സാധനം സെയിൽ ചെയ്യുന്ന ആൾക്കാരോട് അവിടെയുള്ള QR കോഡ് കൊടുക്കാതെ തങ്ങളുടെ QR കോഡ് കൊടുത്തിട്ടാണ് ഈ 3 കള്ളികൾ ഈ ഒരു പണം അടിച്ചു മാറ്റിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മറ്റെന്തെങ്കിലും പണത്തിന് ഒരുപാട് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു, കാരണം എന്തെങ്കിലും ചെറിയ പൈസ എടുത്തതാണെങ്കിൽ. ഇതിപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറ്റുകൾ, ഇത്ര ലക്ഷം രൂപയുടെ തിരിമറി ആ കടയെ അതെങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവർ ഇനിയും ഇതിലും മുകളിലുള്ള തുകകൾ അവർ എടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇവർ കരുതിയില്ല. കാരണം ഇവർ ചിലപ്പോൾ കരുതി കാണും പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരുപാട് വർഷങ്ങളൊക്കെ ആവും, എന്തായാലും
എന്തായാലും മാക്സിമം ഒരു വർഷമൊക്കെ ഇത് 1.5 വർഷം ഇങ്ങനെ തുടരാമെന്നൊക്കെ കരുതി കാണുമായിരിക്കും. അതിനുള്ളിൽ സേഫാകാമായി എന്നാണ് ചിലപ്പോൾ മൂവർസംഘം കരുതിയിട്ടുണ്ടാവുക. എന്തായാലും ഇവളുടെയൊക്കെ തൊലിക്കട്ടി സമ്മതിക്കാതിരിക്കാൻ. അതിൽ ഒരുത്തിയുണ്ട്, ഒരു കണ്ണട വെച്ചിട്ടില്ല. അവളുടെ ഇംഗ്ലീഷ് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. ഭയങ്കര ഇംഗ്ലീഷൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും പൊതുജനത്തെ വിഡ്ഢികളാക്കുന്ന ഒരു രീതിയാണ്. ഏത് വക്കീലാണോ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചത്, എന്തായാലും വക്കീലിന് ഉന്നം തെറ്റിയിട്ടുണ്ട്. ഇനി കോടതി കയറി ചെയ്യുക. അവർ പണം നഷ്ടപ്പെട്ടു, അത് അവരുടെ കയ്യിൽ നിന്ന് ചിലവായി പോയെന്ന്. കാരണം ഇവരുടെ ഇത്രയും നാളുള്ള ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഈ ദിനം മുഴുവൻ അവർ നന്നായിട്ട് ആഡംബര ജീവിതം നയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം കൈമിൽ ഒരുപാട് പൈസ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കാണാതെ കിട്ടുന്ന പൈസയാണല്ലോ. കിട്ടാതെ കിട്ടുമ്പോൾ അതിനോടൊരു എന്താ പറയുക, അത്യാർത്ഥി ഉണ്ടാവില്ല. ആ പണം എങ്ങനെയൊക്കെയോ ഇവർ ചിലവഴിച്ചു. ബാക്കിയുള്ളതൊക്കെയാണ് ബാങ്കിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതായിട്ട് പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ തെണ്ടിത്തരം മുഴുവൻ കാണിച്ചിട്ട് ഇവളുമാർ കടന്നിട്ട് പറയാണ് ദിയക്ക് ഫാമിലിക്കും ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല. ദിയയുടെ അമ്മയ്ക്കും എല്ലാവർക്കും കുറ്റങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കാരണം ദിയയുടെ അമ്മ അങ്ങനെ ചോദിച്ചു, ജാതി ചോദിച്ചു, നീ സെക്സ് റാക്കറ്റിലുള്ള ആൾക്കാരല്ലേ ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞതിന് പുറമേ ആയിട്ട് ദിയയുടെ ഹസ്ബൻഡിന് എതിരെയും ഒരു കംപ്ലൈൻറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം രാത്രി ഇവരെ വിളിക്കും അത്രേ. രാത്രി 1 മണി 2 മണി ആയിട്ടുള്ള അർദ്ധരാത്രി സമയങ്ങളിൽ വിളിച്ചിട്ട് കടയിലെ കാര്യങ്ങൾ തിരക്കും. അപ്പോൾ അതിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് മോശമായിട്ട് മോശമായിട്ടല്ലെങ്കിലും ഇതും മോശം തന്നെ അല്ലേ? രാത്രിയുള്ള സമയങ്ങളിലൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന മോശമല്ലേ? ഇങ്ങനെ തുടങ്ങി ഈ നുണച്ചികൾ എന്തെല്ലാം കഥപ്രചാരണങ്ങളാണ് ഉണ്ടാക്കിയത്. ഇവരെങ്ങനെ വിശ്വസിക്കും? ഇവർ ഈ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി ജീവിക്കും? അറിഞ്ഞുകൊണ്ട് ഇനി ഒരാളും ഇവർക്ക് ജോലി കൊടുക്കില്ല, ഒരു കടയിലും കൊടുക്കില്ല. ഇനി ഇവരെന്ത് ചെയ്യും? കാറ് വെച്ചു, ഒരുത്തി വീട് വെച്ചു, അടിച്ചു പൊളിയാണ് ജീവിതം. കാരണം പിടിക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയെന്നാ പറയാം. കാരണം നമ്മൾ കട്ടിട്ടുള്ളത് ഒരിക്കലും നമ്മൾക്കറിയാം. ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അതിൽ അയാൾ പോലും അറിയാത്ത ഒരു തെളിവ് ബാക്കിയുണ്ടാവും. അതങ്ങനെയാണ് നിയമം. എന്തെങ്കിലും ഒരു തെളിവ് നമുക്കതിലൊരു ബാക്കിയായിട്ടുണ്ടാവും. കാരണം ഇവർ കരുതി ഇവർ കട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതാരും അറിയില്ല, കുറച്ചു കാലം കൂടി ഇതിങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ കരുതിയതായിരിക്കും. പക്ഷെ എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇവർ കരുതി കാണും, ഈ നുണച്ചികൾ കരുതി കാണും, ഈ കള്ളികൾ കരുതി കാണും ഇത് കുറച്ചു കാലം കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ നന്നായി അത് അല്ലേ, ജാതി അധിക്ഷേപം നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ജനം അത് കയ്യിലെടുത്ത് ഇതൊരു വലിയ വികാരമുള്ള ഒരു സംഭവമാക്കി മാറ്റി ഈ കേസ് മറ്റൊരു രീതിയിൽ പോകുമെന്നായിരിക്കും ഇവർ കരുതി കാണുക. ഈ ഒരു ജാതി അധിക്ഷേപം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഈ ഒരു സാമ്പത്തിക ഇതിലേക്കായിരിക്കില്ല ജനങ്ങൾ തിരിയുക. കാരണം നമുക്കറിയാം ഒരുപാട് പ്രാവശ്യം ജാതി അധിക്ഷേപം നടത്തിയ ആൾക്കാർ ഒപ്പം നിന്നുകൊണ്ട് ഈ ഒരു ജാതി അധിക്ഷേപത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആൾക്കാരാണ് പൊതുജനം. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു കണ്ടന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ അതിൻ്റെ പുറകെ പോയിക്കോളും എന്നുള്ള ഒരു ധാരണ ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇവർ തനിച്ചാവില്ല ഈ ഒരു കാര്യം ചെയ്തത്, അല്ലെ ഈ ഒരു കുറ്റകൃത്യം ഇത്രയും വലിയൊരു തുക ഇവർ തനിച്ചായിരിക്കില്ല. ഇവരുടെ ഫാമിലിയോ അല്ലെ ഇവർക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒക്കെ സഹായമില്ലാതെ ഇവരൊരിക്കലും ഇത് ചെയ്യില്ല. എന്തായാലും തെളിവുകളും കേസുകളൊക്കെ അതിൻ്റെതായ മുറക്ക് നടക്കട്ടെ. ഈ അട്ടിമറി നടത്തിയ ഈ 3 ക്രിമിനലുകൾക്കും അല്ലെങ്കിൽ ഈ 3 കള്ളികൾക്കും അവരുടെ അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ കിട്ടട്ടെ. കാരണം എന്തൊക്കെ നുണകളാണ് വിളിച്ചു പറഞ്ഞത് അല്ലേ? നമുക്ക് തെളിവാണ് ഏറ്റവും പ്രധാനം. തെളിവ് ആദ്യം കൊണ്ടുവരട്ടെ. ഇവർ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ കൊണ്ടുവരട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പം നിലവിൽ എല്ലാ തെളിവുകളും കൊടുത്തിരിക്കുന്നത് ദിയയും ഫാമിലിയും തന്നെയാണ്. ആ ഒരു തെളിവുകൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാനും പറ്റുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമുക്ക് അവരെക്കുറിച്ച് എന്തും പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും ഇവരുടെ ധൈര്യം സമ്മതിക്കാതെ തൊലിക്കട്ടി വളരെ കാണ്ടാമൃഗം തോറ്റു പോകുന്ന തൊലിക്കട്ടിയാണ്. ഇതിൽ ഇപ്പോൾ ഒരു ട്രോളിംഗ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിലൊരു യുവതി പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മാസത്തിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ട്രോളിംഗ് ആയിട്ട്. കാരണം എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മന്ത്ലി അയക്കാൻ പറ്റുന്ന ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഇവൾ ഈ 8,000 രൂപ 10,000 രൂപയ്ക്ക് ഇവർ ദിയയുടെ കടയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ ഇവർ നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുള്ള ഫാമിലിയിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്തോരം കഷ്ടപ്പാടുണ്ടായാലും മറ്റൊരാളുടെ വിയർപ്പിൻ്റെ
ലൂടെ ഉണ്ടാക്കിയ പണം അത് നമ്മളൊരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെയും എത്തില്ല. കാരണം താൽക്കാലിക ആഡംബര ജീവിതമൊക്കെ അവർ നയിച്ചു. ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും? കേസും പ്രശ്നങ്ങളും അവരുടെ ഇമേജ് അവർ ഇത്രയും നാളും ഉണ്ടായിട്ടുള്ള സമൂഹത്തിന് മുന്നിൽ അവരെങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ ഇതൊന്നും എവിടെയും നിലനിൽക്കാത്ത കാര്യമാണ്. എന്തായാലും നിങ്ങളുടെ ധൈര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പൊതുജനത്തെ വിഡ്ഢിയാക്കിക്കൊണ്ടാണ് നിങ്ങൾ 3 പേരും പ്രവർത്തിച്ചിട്ടുള്ളത്.